ആസിഫ് അലിയെ ഞാൻ വളരെ തവണ ട്രൈ ചെയ്തു, കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തു, അത് ഒരു മെസ്സേജും കൊടുത്തിട്ടുണ്ട്, പ്ലീസ് കോൾ മീ ആസിഫ്. ആസിഫ് അലിയും രമേശ് നാരായണനും തമ്മിലുള്ള വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. രമേശ് നാരായണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അറിയത്തില്ലെങ്കിൽ പുള്ളിയുടെ ഒരു ചെറിയൊരു പാട്ട് ഞാനിവിടെ വയ്ക്കാം. ഈ പാട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. അത് മാത്രമല്ല ഈ വ്യക്തിക്കും ഒരുപാട് അവാർഡും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. ചെയ്യുന്ന പ്രവൃത്തി നന്നായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഇന്നലെ അങ്ങേരെ അവിടെ ചെന്ന് ആ സ്റ്റേജിൽ കാണിച്ചത് വെറും പോക്കൃത്തരമാണ്. ഇങ്ങേരെ സ്വന്തമായിട്ടൊരു വിചാരമുണ്ട്, ഇങ്ങേരെ എന്തോ വലിയ സംഭവമാണെന്ന്. ഇതിപ്പം രണ്ടാമത്തെ വട്ടമാണ്. കാര്യം ഇതിന് മുന്നേ കുറേ നാൾക്ക് മുന്നേ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു കേസിൽ ഈ പുള്ളി ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിൻ്റെ ഏതൊരു മൂവിയിൽ ഇത് കണക്ക് പാട്ടിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പൃഥ്വിരാജ് ഈ പറയുന്ന രമേശ് നാരായണൻ്റെ പാട്ട് നമ്മുടെ ഒരു അക്കാഡമിക്കൽ സോങ് ആണ്, നമ്മുടെ പടത്തിന് അത് മാച്ച് ആവുമെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പം ഈ പുള്ളി പൃഥ്വിരാജിനെ പറ്റിയിട്ട് ഇതുപോലൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. പൃഥ്വിരാജ് വന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, രമേശ് നാരായണൻ്റെ പാട്ട് വളരെ അക്കാഡമിക്കൽ സോങ് ആണ്, അത് നമ്മുടെ പടത്തിൽ ചേരത്തില്ല ബിമൽ രാജ്. ഈ പാട്ട് അക്കാഡമിക്കൽ സോങ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു കുറച്ച് വിഷമം തോന്നി. പിന്നെ എൻ്റെ പാട്ടുകൾ അളക്കാനൊന്നും ഇദ്ദേഹമൊക്കെ ആയോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ, എൻ്റെ പടത്തിലെ പാട്ടുകളൊക്കെ അളക്കാൻ അയാൾ ആയോ എന്ന് അതിനകത്ത് തന്നെ ഒരു അഹങ്കാരം ഇയാളുടെ മുഖത്തുണ്ട്. അത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ വേറൊരു വേർഷനാണ് നിങ്ങളിപ്പോൾ ഇന്നലെ കണ്ടത്. കാര്യം ഒരാളെ സ്റ്റേജിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പ് വ്യക്തമായിട്ട് നോക്കിക്കോ. ആസിഫ് അലി സത്യം പറഞ്ഞ അവൻ ചിരിച്ചോണ്ടാണ് നേരിടുന്നത്. ആസിഫ് അലി സാർ എന്നും പറഞ്ഞിട്ട് നല്ല ചിരിച്ചോണ്ടാണ് പുള്ളിയുടെ കൂടെ നിൽക്കുന്നത്. പുള്ളി ഒന്നും മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. അതിനകത്താണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത്. കാര്യം ഒരാൾ നമുക്ക് ആ ഒരു മൊമെൻറ്റം തരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് നോക്കി ചിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ഷേക്കേണ്ടി അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ പേരിന് വേണ്ടിയെങ്കിലും ഒന്ന് ഷേക്കാൻഡ് കൊടുത്തിട്ട് ഒന്ന് ചിരിച്ചിട്ട് പോകുന്നതിനകത്തായിരുന്നു ഒരു മര്യാദ. അയാൾ അവിടെ നിന്നിട്ട് അതിൻ്റെ ഡയറക്ടറെ വിളിച്ച് വരുത്തുന്നു, അവിടുന്ന് തിരിഞ്ഞ് ഫോട്ടോ എടുക്കുന്നു, എന്തെല്ലാം പ്രഹസനം അങ്ങേര് കാണിച്ചത്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിനകത്ത് പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. കുറേ 3-4 പേരും കൂടെ ഒക്കെ ഒരുമിച്ചിരുന്ന് പുള്ളിക്കാരൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നല്ല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഡൗൺ ടു എർത്താണ് മാഡം. ഞാനങ്ങ് മുകളിൽ കിടക്കുന്ന ആളൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കേണ്ട പണ്ഡിറ്റ് രമേശ് നാരായണൻ്റെ വലിയ സംഭവം എന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ വളരെ ലളിതമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് മാനസികമായി ഫീൽ ചെയ്തു പോയത്. ആ സമയത്ത് എനിക്ക് നാഷണൽ അവാർഡും എല്ലാ അവാർഡും വന്നിട്ടുണ്ട്. പക്ഷേ അതല്ല കാര്യം, ഈ സാറിൻ്റെ കയ്യിൽ നിന്നുള്ളൊരു അവാർഡ് സ്വീകരിക്കാൻ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു ഒരാഗ്രഹം. പുള്ളി പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണെന്ന്. അത് നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന പൃഥ്വിരാജിനെ പറ്റിയിട്ട് പുള്ളി പറഞ്ഞൊരു കാര്യം, ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ഒരു കമൻട്രി പറയത്തില്ല. എൻ്റെ പടത്തിലെ പാട്ടൊക്കെ ഇളക്കാൻ ഇവനായോ എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാര്യം ഇപ്പം പുള്ളിക്ക് മനസ്സിലായി സിറ്റുവേഷൻ മൊത്തം പുള്ളിക്കാരനെതിരാണ്. അതിൻ്റെ ഒരു മെയിൻ മെഴുകലാണ് ഈ കാണുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അത് സംഭവിച്ചില്ല. അപ്പം നാച്ചുറലി എനിക്ക് കിട്ടിയൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു അവിടെ. അത് ആസിഫിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതേ ഉള്ളൂ. അത് ഐ ആം സോ സോറി ഒന്നുകൂടെ പറയാണ് ആസിഫിൻ്റെ അടുത്ത്. ആസിഫിന് ഒരിക്കലും വിഷമം തോന്നരുത്. ഇനി ആസിഫിനെ ഞാൻ കാണും, ഇനിയും എനിക്ക് കാണണം. ഐ വിൽ മീറ്റ് ഹിം ഡെഫിനറ്റ്ലി. ഒരാളെ പബ്ലിക്കായിട്ട് ഇത്രയും ഇൻസൾട്ട് ചെയ്തിട്ട് ഇനി ഞാൻ കാണും, എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി, ആസിഫിനെ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന്. ശ്രദ്ധിക്കാതിരിക്കാൻ ഇങ്ങനെന്തോ കണ്ണു പൊട്ടണം കാണുവാണോ? കാര്യം ആസിഫ് അലി അവിടെ സ്റ്റേജിൽ വിളിക്കുന്നത് അനൗൺസ് ചെയ്യുന്നത് എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. എന്നിട്ടും ഇങ്ങനെ ന്യായീകരിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. എന്തായാലും ഇതിനകത്ത് വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സംഘടനയിലുള്ള എല്ലാവരും ഇത് ആസിഫ് അലിക്ക് സപ്പോർട്ടായിട്ട് വന്ന്, അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ആസിഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു വിഷയം നടന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, വളരെ ചിരിച്ചുകൊണ്ടാണ് ഈ ഒരു സംഭവം നേരിട്ടത്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് വളരെ സിമ്പിളായിട്ട് ചിരിച്ചുകൊണ്ട് തന്നെയാണ്. പുള്ളിക്ക് അതിനകത്ത് ഉള്ളിൽ വിഷമം തോന്നിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ അത് പുറമേ കാണിച്ചിട്ടില്ല ആസിഫ് അലി. അതാണ് ആ വ്യക്തിയുടെ ഒരു ക്വാളിറ്റിയാണ് അതിനകത്ത് മനസ്സിലാവുന്നത്. എന്തായാലും ഈ വ്യക്തിയുടെ കൂടുതൽ ന്യായീകരണങ്ങൾ ഇനിയുമുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. അതും കൂടെ കേൾക്കാം. അല്ല, എനിക്ക് വലിയ വിഷമമുണ്ട്. അത് ആ ചടങ്ങ് ഈ ഒരു ഇഷ്യൂ കാരണം വല്ലാതായിപ്പോയി. അതെനിക്ക് വലിയ വിഷമമുണ്ട് അതിൻ്റെ ടുവേർഡ്സ് എൻഡ്. പക്ഷേ ഭാഗ്യത്തിന് MP സാറോടെ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും സാർ റൂമിലേക്ക് പോയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും കാണാൻ വേണ്ടി വന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. MD സാർ കണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നാണം കെട്ടാണ്. അതായിരിക്കും മെയിനായിട്ട് ഉദ്ദേശിച്ചത്. കാര്യം ഈ ഒരു ഇഷ്യൂ കാരണം ആ ഒരു ചടങ്ങ് കുളമായി പോയെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ കണ്ടോ എന്ന്. അതായത് ഈ പുള്ളി വരുത്തി വെച്ചൊരു കാര്യമാണത്. അതിനെയാണ് പുള്ളിക്കാരൻ വളരെ കൂളായിട്ട് സംസാരിക്കണത്. ഇതിപ്പം ഇങ്ങനെ ഒരു ഇൻസൾട്ടിങ് ഈ പുള്ളിക്കാരന് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ലെങ്കിലും ആസിഫ് അലി നല്ലൊരു നടനാന്നുള്ളൊരു ബോധമെങ്കിലും ഉണ്ടാവുക. ഈ പുള്ളിക്കാരൻ്റെ സംസാരത്തിനകത്തുള്ള ഒരു പുച്ഛഭാവമുണ്ട്. അതായത് പുള്ളി എന്തോ വലിയ സംഭവമാണ്,
പുള്ളിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിക് കമ്പോസറും എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ്റെ ഇരുത്തയും സംസാരമൊക്കെ. എന്തായാലും ഈ ഒരു സ്വഭാവം പുള്ളിക്കാരൻ്റെ മാറ്റിയില്ലെങ്കിൽ ഇതല്ല, ഇതിനപ്പുറമാണ്. കാര്യം പണ്ടത്തെ കാലത്ത് പുള്ളി ഇങ്ങനെയൊക്കെയുള്ള സംസാരം കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊന്നും ഇത്രയ്ക്ക് വലിയ ആക്റ്റീവ് അല്ലായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് പ്രതികരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ. പല വിഷയങ്ങളിലും ഇത് കണക്ക് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും. അത് കേട്ടുകൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. എന്തായാലും എനിക്ക് വലിയ വിഷമമുണ്ട്. ഇത് ആസിഫിന് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ വിഷമമുണ്ട് മോനെ. റിയലി സോറി ആസിഫ്. ഞാനത് ആ സമയത്തെ ജയരാജ് വരട്ടെ, അതാ പറഞ്ഞത്, അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാൻ ആസിഫിനെ കരുതി കൂട്ടി അങ്ങോട്ട് അപമാനിക്കാനുള്ള ശ്രമമൊന്നും അല്ലത്. എന്താവശ്യം അതിന്? പക്ഷേ എനിക്ക് പിന്നീട് കാണുന്നത് ഇതൊരു വർഗീയപരമായ ഒരു രീതിയിൽ ഇതിനെ ചെയ്ത തെറ്റാണെന്നുള്ള ഒരു ബോധം മാത്രം മതി. ഇതിനകത്ത് വർഗീയതയും കാര്യങ്ങളും ഒന്നും ആരും അങ്ങനെയുള്ള രീതി കമന്റ് ഇടുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ആസിഫ് അലിക്ക് സപ്പോർട്ടായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് ഇനി അതിൻ്റെ ഇടയിലൂടെ ഇതൊക്കെ പിടിച്ച് കയറ്റേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി ഇനിയിപ്പം അങ്ങനെ വല്ല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലെ കുഴപ്പമാണ്, അത് വേറെ ആരുടെയും കയ്യിലെ കുഴപ്പമില്ല. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അത് ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വരിക, അതാണ് മെയിനായിട്ട് വേണ്ടത്. എന്തായാലും ഇനിയും ഇങ്ങനെയൊക്കെയുള്ള നടന്മാർക്ക് ഇങ്ങനെ ഒരു ഇൻസൾട്ടിങ്ങോ കാര്യങ്ങളോ വരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് നോക്കാം. എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.